ഹലോ നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നയനയും ആദർശം കൂടി തന്നെ നടത്തി കൊടുക്കുകയാണ് കേട്ടോ. അത് പക്ഷേ വേറൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഇപ്പം വിവാഹ നിശ്ചയം വേണ്ട എന്നൊക്കെ മുത്തശ്ശൻ വച്ചു. അതിനൊക്കെ ശേഷം കനകയും ഗോവിന്ദനും ഒരു തീരുമാനം എടുക്കുകയാണ്. ഏതായാലും ഇവരുടെയൊക്കെ മുമ്പിൽ ഇത്രയധികം നാണംകെട്ട സ്ഥിതിക്ക് നന്ദുവിൻ്റെ വിവാഹം ഉടനെ തന്നെ നടത്താമെന്ന്. അങ്ങനെ അതിന് മറ്റാരെയല്ല കേട്ടോ, നമ്മുടെ നവീനെ തന്നെയാണ് കണ്ടെത്തുന്നത്. അങ്ങനെ നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം ഉറപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചില ദുഷ്ടശക്തികളൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ജാനകിയും ജലജയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കാൻ അതും ഒരു കാരണമാവുകയാണ്. നവീൻ നന്ദുവിനെ വേണ്ട എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശും നയനയും കൂടി അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുകയാണ്. ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നമ്മുടെ കനകയും അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ആദർശ് ഒറ്റ തീരുമാനം എടുക്കുകയാണ്, അനിയും നന്ദുവും തന്നെയാണ് ഒന്നാവേണ്ടത് എന്ന്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണേ. അങ്ങനെ അവസാനം എല്ലാവരും കൂടി ഇട്ട് പറയാണ്, ഗോവിന്ദനും കനകയും ആഗ്രഹിക്കുന്നത് അനിയുടെ ഭാര്യയായിട്ട് നന്ദു വരണമെന്ന് തന്നെയാണ്. അഷ്ടിക്ക് വകയില്ല എങ്കിൽ പോലും കോടീശ്വര കുടുംബത്തിലേക്ക് മക്കളെ വിവാഹം കഴിച്ച് വിടണമെന്ന് ഇവരുടെ ആഗ്രഹം എന്ന് ജലജ പറയുക. അത് കേൾക്കുമ്പം കനക പറയുന്നുണ്ട്, ദേ ഞങ്ങൾ ഒരിക്കലും ഒരു ശല്യത്തിനും വന്നിട്ടില്ല. എൻ്റെ മോളെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ അനിയെ വിവാഹം കഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കാതിരുന്നാന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ നയനെ അങ്ങ് ലാസ്റ്റ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം നയന പറയാണ്, എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിവാഹം നടത്തായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ വിവാഹാലോചനയുമായി ഞങ്ങളുടെ വീട്ടിലെത്തിയതാ. പക്ഷേ ഞങ്ങളൊക്കെ കൂടി തന്നെയാണ് അത് തടഞ്ഞത്. അനിയും നന്ദുവും ഒന്നാവണ്ടെന്നും അങ്ങനെ ഒരു വിവാഹം ഇനി വേണ്ട ഈ കുടുംബത്തിലേക്കെന്നും തീരുമാനിച്ചത്. അതിൻ്റെ പേരിൽ നന്ദുവിനെ ഞങ്ങൾ ഒരുപാട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്തു. അനിയുടെ പുറകെ നടന്ന് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് എന്താ, അനിയും നന്ദുവും തമ്മിലൊരു ഇഷ്ടം കൊണ്ടാണ് അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയതെന്നല്ലേ. അപ്പോൾ ജലജ പറയാം, അതെ അത് തന്നെയാണ് കാര്യം. അവൻ്റെ മനസ്സ് മുഴുവൻ അവളായതുകൊണ്ടല്ലേ എൻ്റെ മോളെ ഇങ്ങനെ മോഹം കൊടുത്ത് ചതിച്ചത്. അപ്പം മുത്തശ്ശൻ പറയാം, അതെ ഇവിടെ കിടന്ന് ആരും വഴക്ക് കൂടാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ആർക്കും മോഹമൊന്നും കൊടുത്ത് ചതിച്ചതൊന്നുമല്ല. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാ. ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമ്പം എന്താ അവരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമുക്ക് നടത്തി കൊടുക്കാം എന്ന് പറയാം. അപ്പം ജലജ പറയാം, പിന്നെ എന്ത് പ്രശ്നം അവസാനിക്കുന്ന കാര്യം അച്ഛൻ ഈ പറയുന്നത്? ആ അവന്തികയായിട്ടുള്ള ഡിവോഴ്സോ? അത് അവൾക്ക് ആവശ്യപ്പെടുന്ന പണം കൊടുത്താൽ അവരങ്ങ് പോവും. ആ വേണുവും രേവതിയൊക്കെ ആണെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ആ കാര്യത്തിലും അച്ഛൻ ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ അനിയുടെ അവന്തികയുടെ വിവാഹ നിശ്ചയം നടക്കുമായിരുന്നല്ലോ, അവർ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ പോവുകയില്ലായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ പരാതിയായിട്ട് പോയെന്ന് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, അതെന്താ പിന്നെ ഞാൻ നുണ പറഞ്ഞാണെന്നാണോ നീ പറയുന്നത്? അപ്പോൾ ജലജ പറയാം, നുണ പറഞ്ഞാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നന്ദുവിനല്ലേ പരാതി കൊണ്ട് കൊടുത്തത്, അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നന്ദു അവരെ വിളിച്ച് പറഞ്ഞ് പരാതി കൊടുപ്പിച്ചതായിരിക്കും. കാരണം അവന്തിക മോളുടെയും അനിയുടെയും വിവാഹം നടക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നല്ലോ. അത് മുടക്കാൻ വേണ്ടി അവളുടെ പോലീസ് ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയാണ്, വെറുതെ അപ്പച്ചി ആവശ്യമില്ലാത്തൊന്നും പറയരുത്. നന്ദു അങ്ങനെ നിയമം കൈവിട്ടൊന്നും കളിക്കില്ല. നന്ദു ഉള്ള കാര്യം തന്നെ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞതാ. വേണമെങ്കിൽ നന്ദുവിന് ഇപ്പോൾ പോലീസുമായിട്ട് ഇവിടെ വരായിരുന്നു, അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകായിരുന്നു. അതുപോലൊരു തെറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്. മുത്തശ്ശൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. മുത്തശ്ശൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, നമ്മൾ ആരും ചിന്തിച്ചില്ല. അനാമികയുടെ കാര്യത്തെക്കുറിച്ച് അനാമികയും വേണുവും രേവതിയും കൂടി ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. അത് നമ്മുടെ തെറ്റാണ്. പിന്നെ അനിയുടെ മനസ്സിലും അവന്തികയില്ലെന്ന് അവൻ പറയുന്നത്. ഇതുപോലെ തന്നെ പറഞ്ഞിട്ടും അനാമികയുമായിട്ടുള്ള വിവാഹം നമ്മൾ നടത്തിക്കൊടുത്തു. പിന്നീട് ഉണ്ടായത് എന്താണെന്ന് അപ്പച്ചിക്കൊക്കെ അറിയാമല്ലോ. വെറുതെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ കൊണ്ട് നിർബന്ധിച്ച് അവന്തികയെ വിവാഹം കഴിപ്പിക്കുന്നത്? അവളുടെ ഭാവി കൂടി പോവില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ജലജയും അബിയും കൂടെ പറയണേ. അബി പറയാം, അല്ലേലും ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളെന്ന് ഇവിടെ അറിയായിരുന്നു. അവന്തികയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്ന ആർക്കും താല്പര്യമില്ല. അതെങ്ങനെയാ? ഇവിടെ എല്ലാവർക്കും ആ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ ഇഷ്ടം. അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത്. അനാമിക വന്നപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നന്ദു തന്നെയാണ്. അനിയും നന്ദുവും തമ്മിലുള്ള അവിഹിത ബന്ധം കാരണമാണ് അനാമികയുമായിട്ട് ഡിവോഴ്സ് ആകേണ്ടി വന്നത്. അപ്പം മുത്തശ്ശൻ പെട്ടെന്ന് പറയാം, എന്താണെന്ന് നീ പറഞ്ഞത്?
അനിയും അന്തവും തമ്മിലുള്ള അവിഹിത ബന്ധം കാരണമാണ് അനാമികയുമായിട്ട് ഡിവോഴ്സ് ആകേണ്ടി വന്നതെന്നോ? അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ലല്ലോ. അനാമികയുടെ ചരിത്രമെല്ലാം കോടതിയിൽ വെളിവായതല്ലേ. അവൾ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ള ആളാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞതല്ലേ. എന്നിട്ട് നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ വിവാഹ നിശ്ചയം മാറ്റിവെച്ചു. നന്ദുവും അനി ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. തൽക്കാലം വിവാഹ നിശ്ചയം നീക്കി വെച്ചെന്ന് പറയാണ്. അങ്ങനെ വിവാഹ നിശ്ചയം മാറ്റിവെച്ചതിൻ്റെ നല്ല വിഷമത്തിൽ നമ്മുടെ ആവന്തിക്ക് അങ്ങോട്ട് റൂമിലേക്ക് ഓടിപ്പോയി കിടന്ന് കരയുക. അപ്പം ജലജ പറയാം, കണ്ടോ കണ്ടോ എൻ്റെ മോള് ഓടിപ്പോകുന്നത് കണ്ടോ. അവൾക്ക് നല്ല വിഷമമുണ്ട്. പല പ്രാവശ്യമായി അവൾക്കിങ്ങനെ എല്ലാവരും മോഹം കൊടുത്തിട്ട് വേണ്ടെന്ന് വയ്ക്കുന്നു. അന്ന് നവീൻ വക്കീലുമായിട്ടുള്ള വിവാഹാലോചന വരെ ഉറപ്പിച്ച് വെച്ചതാ. എന്നിട്ട് അയാളുടെ മനസ്സിൽ മറ്റൊരു പെണ്ണാണെന്ന് വിളിച്ചു പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ഇതെല്ലാം സഹിക്കേണ്ടി വന്നില്ലേ. ഇപ്പം അവളുടെ മനസ്സ് തകർന്ന് അവൾ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോന്നാ എനിക്ക് പേടി എന്ന് പറയാം. അപ്പം ജാനകി അവിടെ നിന്ന് പറയാം, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാനും പോകുന്നില്ല. ഇപ്പം ഈ വിവാഹ നിശ്ചയം ഇത്തിരി നീട്ടി വെച്ചെന്നല്ലേ ഉള്ളൂ. പക്ഷേ അവന്തിക്ക് മോള് തന്നെയാണ് എൻ്റെ മരുമോള്. അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഇനി കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് നന്ദുവിനെ എങ്ങാനും ഇവൻ കെട്ടിക്കൊണ്ടിങ്ങോട്ട് വന്നാലേ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുക ജാനകി. അങ്ങനെ ആ ടോപ്പിക് അവിടെ അവസാനിച്ച് എല്ലാവരും പിരിയുകയാണ് കേട്ടോ. അതിനുശേഷം ആദർശം നയനയും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. വിവാഹ നിശ്ചയ ദിവസം തന്നെ ആ വിവാഹ നിശ്ചയം മുടങ്ങിയത് അവന്തികയ്ക്ക് ഒരുപാട് മനപ്രയാസമായിട്ടുണ്ടാവും. എനിക്കത് സന്തോഷമായിട്ടുണ്ടാവുള്ളൂ. അവൻ മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചതുമാണ്. അപ്പം നയന് പറയാം, ശരിയാ അവന്തികയ്ക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടാവും, പാവം കുട്ടി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കതിന് താല്പര്യമില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ്. പക്ഷേ നന്ദുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കാനും പോകുന്നില്ല. ഇപ്പോഴും അപ്പച്ചിയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞത് കേട്ടില്ലേ, നന്ദുവിനെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും കൂടി പണിപ്പെടുന്നതാണെന്ന്. കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് അഷ്ടിക്ക് വകയില്ലാത്ത ഗോവിന്ദനും കനകയും കൂടി പറഞ്ഞു വിടുകയാണ് പെൺമക്കളെ എന്ന്. അങ്ങനെ ഒരു നാണക്കേട് കേൾക്കുന്നത് കൊണ്ട് ആദർശേട്ട ആദ്യം മുതലേ അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധത്തെ ഞാൻ എതിർത്തത്. അല്ലെങ്കിൽ അവർ പരസ്പരം ഇഷ്ടമായിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അത് നടക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം പറയാണ്, ശരിയാണ്, അവർ പരസ്പരം ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ബന്ധം നടക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യവും ഒരു പേരുദോഷവും ഉണ്ടാവുന്നത് കൊണ്ടല്ലേ നമ്മളെല്ലാം എതിർത്തത്. അപ്പം നയന പറയാം, ഇനിയിപ്പം ഞാൻ അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. അവരിഷ്ടമാണെങ്കിൽ അവരെന്തെങ്കിലും ഒന്നിച്ചു ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കും. എത്ര നാളെന്ന് വെച്ചാൽ ഇതെല്ലാം കേൾക്കുന്നത്. ആ കുട്ടികളുടെ മനസ്സ് നമ്മൾ കാണണ്ടേ. അപ്പം ആദർശം പറയാം, ശരിയാ, അതങ്ങനെയൊക്കെ വരട്ടെ, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും എന്ന് പറയാണ് കേട്ടോ. അതേസമയം കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര ഒരു വിഷമമായി. കനകയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നല്ല വീട്ടിൽ ചെന്നിട്ട് ഗോവിന്ദനോട് പറയാം, ദേ ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, ഉടനെ തന്നെ നടത്തണം എന്ന് പറയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് നന്ദുവിനോട് കൂടി ചോദിക്കണ്ടേ. അവളോട് എന്ത് ചോദിക്കാനാ, ഒന്നും ചോദിക്കാനില്ല. പല പ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ടും ഒക്കെ ഉള്ള കാര്യമാണ്. അവൾക്ക് ഇനി ആ അനിയെ ഇഷ്ടമാണെങ്കിൽ പോലും അത് നടക്കാൻ പോകുന്നില്ല. ഇന്നും നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ട അപമാനം കണ്ടില്ലേ. എത്ര പ്രാവശ്യം ഇവളും അനിയുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാൻ വേണ്ടി ഇവളെ ഉപദേശിച്ചു, അവനെ ഉപദേശിച്ചു, മറ്റൊരു വിവാഹത്തിനായിട്ട് ചിന്തിച്ചു. എന്നിട്ടൊന്നും അതൊന്നും നടന്നില്ല. ഇന്നും അവരുടെ മുമ്പിൽ നാണം കിട്ടു. ആ അവന്തികയുമായിട്ടുള്ള നിശ്ചയം നടക്കുമല്ലോ എന്ന് വെച്ചാൽ സമാധാനിച്ച് ചെന്നതാ. പക്ഷേ അതും അങ്ങ് മുടങ്ങിപ്പോയി. അതിൻ്റെ കുറ്റവും നന്ദുമോൻ്റെ തലയിൽ എന്ന് പറയുമ്പോൾ നന്ദു പറയാം, അമ്മയൊന്നും മിണ്ടാതിരിക്കേ, അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതിന് അമ്മ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് എന്താ കാര്യം. എടി തുള്ളുവല്ല, എന്തായാലും ഇനി നല്ലൊരു ആലോചന വന്നാൽ അപ്പം തന്നെ നിൻ്റെ വിവാഹം നടത്തി വിടും. ഇനി അവരുടെ വായിൽ നിന്നൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല, കുറേ നാളായി തുടങ്ങിയിട്ട് എന്ന് പറയാം. അപ്പം നന്ദു പറയാം, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞതല്ലേ, ഞാൻ എൻ്റെ കരിയറിൽ ശ്രദ്ധിക്കല്ലേ. അപ്പം ഗോവിന്ദൻ പറയാം, മോളെ അതൊക്കെ നീ പറഞ്ഞതാ, പക്ഷേ ഈ കാര്യം ഇനി നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ ഒരുപാട് അപമാനം സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നല്ലൊരാലോചന വന്നാൽ അതങ്ങ് നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് നീ എതിര് പറയരുത് എന്ന് പറയാം. പിന്നെ നന്ദുവിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതേസമയം അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോഴേക്കും നമ്മുടെ നവീന് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങി, ഇനി നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അനി ഒരുങ്ങുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് നവീൻ പറയാണ്, മുത്തശ്ശ അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അറിഞ്ഞു, ആ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യമല്ലേ, അതൊരു മണ്ടത്തരമായിപ്പോയി അവർ കാണിച്ചത്. ആ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പേ ഇതിനായിട്ട് ഒരുങ്ങിത്തിരിക്കാൻ എന്തുകൊണ്ട് അനന്തപൂർത്തി ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നവീൻ പറയാം, അത് അവർ വിചാരിച്ചു അവരുടെ കുടുംബത്തിലെ കുട്ടി തന്നെയല്ലേ അവന്തിക, അതുകൊണ്ട് അവന്തികയ്ക്കും എനിക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന്, അതുകൊണ്ട് ഒരു വിവാഹ നിശ്ചയം നടത്തി വെക്കാമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാതിരുന്നതും എന്ന് പറയാം.
നിനക്ക് നിയമം അറിയാവുന്നല്ലേ, നീയല്ലേ അനിയുടെ വക്കീല്, എന്നിട്ടും ഈ പൊട്ടത്തരം ചെയ്യിക്കണമായിരുന്നു. കണ്ടില്ലേ അവസാന നിമിഷം ആ അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തത്. നന്ദുവിൻ്റെ കയ്യിൽ പരാതി കിട്ടിയതുകൊണ്ട് അവൾ ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇല്ലെങ്കിൽ അവിടെ വന്ന് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി വന്നേനെ. മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങ് ഓടിക്കളിച്ചേനെ, സോഷ്യൽ മീഡിയയിലും എല്ലാം ഇതങ്ങ് പരന്നേനെ. ഏതായാലും അതുണ്ടായില്ല. അതിനാ നന്ദുവിനോട് തന്നെ നന്ദി പറയണമെന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ നവീന് കുറച്ചങ്ങ് സന്തോഷമാവുക. അപ്പം നവീൻ മനസ്സിൽ പറയുക, ശരി ഈ സമയം അവതരിപ്പിക്കാമെന്ന് പറയുക. മുത്തശ്ശ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി ആ നന്ദുവാണ്. ആ നന്ദുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തി തരണമെന്ന് മുത്തശ്ശനോട് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം, അത് നിൻ്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. ഇനി കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ പോയി ഞങ്ങൾ വിവാഹം ആലോചിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. അതിന് മുത്തശ്ശനും അമ്മയും കൂടി അവിടെ ചെല്ലണമെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശനും അമ്മയും കൂടി വീണ്ടും കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹാലോചനയായിട്ട് ചെല്ലുക. അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവുകയാണേ. ആ വാവ ആരാ നവീൻ മോൻ്റെ അച്ഛനും നവീൻ മോൻ്റെ മുത്തശ്ശനും അമ്മയും ആണോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കയറ്റി ഇരുത്തി നോക്കുകയാണ് കനകയ്ക്കപ്പം മനസ്സിലുണ്ട് നവീൻ്റെ ഉള്ളിൽ നന്ദു ഉണ്ട്. അപ്പോൾ ഈ വിവാഹം എങ്ങനെയെങ്കിലും ഈ സമയത്തങ്ങ് നടത്തി വിടുവാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ എന്നുള്ള ഒരു ചിന്ത കനകയുടെ ഉള്ളിലുമുണ്ട്. അപ്പോൾ അവർ ചെന്നിട്ട് പറയാം, ഞങ്ങൾ വേറൊന്നിനുമല്ല വന്നത്, ഞങ്ങളുടെ മോൻ്റെ ഒരിഷ്ടം അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പം കനക ചോദിക്കുക, എന്താ? അതെ, ഇവിടുത്തെ നന്ദുവിന് നവീന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഒരുപാട് വിവാഹാലോചനകളൊക്കെ വന്നു, ഒന്നും അവന് താല്പര്യമില്ല. പ്രായം കൂടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ അവൻ്റെ അമ്മയ്ക്കും പോലീസുകാരെയും വക്കീലുമാരെയും ഒന്നും വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുചെല്ലുന്നതിനോട് താല്പര്യമില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ മതിയെന്നാണ് ദേ ഇവളുടെ അഭിപ്രായവും. അപ്പോഴേക്കും നവീൻ്റെ അമ്മയും പറയാം, ശരിയാ, അതാ എൻ്റെ അഭിപ്രായം. എൻ്റെ സങ്കല്പത്തിലെ മരുമോൾ അങ്ങനെയാണ്. എപ്പോഴും ജോലി തിരക്കുമായിട്ട് നടക്കുന്ന തൻ്റേടികളായ പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടമില്ല. അത് ഞാൻ അവനോട് പറയുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ മനസ്സിൽ ഇവിടുത്തെ നന്ദുവാണെങ്കിൽ ഒരു എസ്ഐയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അവൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലാതെ മറ്റൊന്നും അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്നാ വന്ന് വിവാഹാലോചന നടത്താമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾക്ക് കൂടി താല്പര്യം ഉണ്ടെങ്കിൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശനും പറയാണ്, ശരി അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. അപ്പോൾ കനക പറയാണ്, അതോ, അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. നവീൻ മോനും ഇവിടുത്തെ നന്ദു മോളും തമ്മിൽ നല്ല ഫ്രണ്ട്സാ. ഇടയ്ക്ക് നവീൻ മോൻ ഇവിടെ വരാറുമുണ്ട്. അങ്ങനെയുള്ളപ്പം അവർ തമ്മിൽ മാനസികമായിട്ട് ഒരു ഐക്യമൊക്കെ ഉണ്ടായിരിക്കും, പരിചയക്കുറവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഗോവിന്ദനും പറയാം, അത് ശരിയാ, നന്ദു ആണെങ്കിൽ ഒരു എസ്ഐ, നവീനാണെങ്കിൽ ഒരു ക്രിമിനൽ വക്കീൽ. രണ്ടുപേരുടെയും പ്രൊഫഷൻ തമ്മിൽ നല്ല ചേർച്ചയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിൽ അങ്ങ് പോയിക്കോളും. പിന്നെ നാളും ജാതകമൊക്കെ. അപ്പം നവീൻ്റെ മുത്തശ്ശൻ പറയാം, അതൊക്കെ ഞങ്ങൾ നോക്കി, നാളും ജാതകമൊക്കെ അത്യാവശ്യം ചേരുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ കൂടുതൽ വേണ്ടത് മനപ്പൊരുത്തമല്ലേ. അവർ തമ്മിൽ അതുണ്ടെന്നാണ് തോന്നുന്നത്. നവീൻ മോൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവിനും അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ കനക പറയാം, പിന്നെ അങ്ങനെ ആയിരിക്കും. അവർ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര ഒരു ഐക്യമുണ്ട്. ഇവിടെ വരുമ്പം കാണാം കുട്ടികളുടെ സ്നേഹമൊക്കെ. മാനസികമായിട്ട് അവർ നല്ല അടുപ്പത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം. അപ്പം നന്ദുവിനോട് ചോദിക്കണ്ടേന്ന് ചോദിക്കാം മുത്തശ്ശൻ. അപ്പോൾ പറയാം, അതൊന്നും വേണ്ടനേ, ഞങ്ങൾ പറയുന്ന ഏത് ആലോചനയ്ക്കും അവൾ സമ്മതിക്കും. അല്ലെങ്കിലും അവൾക്കൊരു നല്ല ആലോചന വന്നാൽ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അവളുടെ 2 ചേച്ചിമാരും അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ച് പോയിട്ട് കുറച്ച് നാളൊക്കെ ആയില്ലേ. ഇനിയിപ്പം നന്ദുവും കൂടിയേ ഉള്ളൂ. ഇവിടെ ഗോവിന്ദേട്ടനാണെങ്കിൽ വയ്യാതെയൊക്കെ ഇരിക്കല്ലേ. അതുകൊണ്ട് മോളുടെ വിവാഹം കൂടി നേരത്തെ കാണണമെന്ന് ഗോവിന്ദേട്ടന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ശരി, എന്നാൽ കുട്ടികൾ ഇനി പരസ്പരം കാണേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പം കനക പറയും, എന്തിന്, അവർ ഡെയിലി ഫോൺ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നവരല്ലേ, ഇനിയും എന്ത് കണ്ട് സംസാരിക്കാനാണെന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളും വിവാഹ നിശ്ചയത്തെക്കുറിച്ചൊക്കെ അത് കഴിഞ്ഞ് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇത് നല്ലൊരു അവസരമാണ്. നവീനുമായിട്ട് നല്ല ബന്ധമാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്. അതും ഒരു ക്രിമിനൽ വക്കീൽ. നന്ദു മോൻ്റെ പ്രൊഫഷനുമായിട്ട് ചേരും. എന്തുകൊണ്ടും അവർ ചേരും. അവർ നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് നടത്തിവിടാം. ആ അനന്തപുരിക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം എന്ന് പറയാം. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവൾക്ക് സമ്മതമായിരിക്കും. എന്താ ഗോവിന്ദേട്ട ഈ പറയുന്നത്? ഗോവിന്ദേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൾക്കിപ്പോഴും അവളുടെ മനസ്സിൽ ആ അനിയാണെന്നാണോ? അല്ല, എന്നാലും അവളോടൊന്ന് ചോദിക്കാതെ നമ്മൾ വാക്ക് കൊടുത്തത് ശരിയാണോ? അതിലൊരു ശരികേടുമില്ല. നമ്മൾ പറയുന്ന അവളങ്ങ് അനുസരിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുക കനക. അങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ.
അപ്പം നന്ദു പറയുന്നുണ്ട്, വേണ്ട, എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട. അത് നവീനേട്ടനുമായിട്ടോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നവീനേട്ടനും ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു അടുപ്പമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്ന് പറയുമ്പം കനക പറയാം, നീ പോടി, നവീൻ്റെ മനസ്സിൽ നീയാ ഉള്ളത്. അവൻ തന്നെ ആലോചനയായിട്ട് അവൻ്റെ മുത്തച്ഛനെ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവൻ്റെ മനസ്സിലുള്ള ആ പോലീസുകാരിയെ അത് നീയാണെന്ന്, മറ്റാരും അല്ലെന്ന് നിനക്ക് മനസ്സിലായോ? ഇനിയിപ്പം നീ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നാളുകൾ തമ്മിലൊക്കെ ചേരുന്നുണ്ട്. നല്ലൊരു കുടുംബത്തിലെ ആലോചനയാണ് വരുന്നതും. പിന്നെ നീ അടങ്ങി ഒതുങ്ങി നിന്നോണം. ഈ കാര്യത്തിൽ നിന്റെ സമ്മതം ഇനി ഞങ്ങൾക്ക് വേണ്ട. പലപ്പോഴും ഇങ്ങനെ പലതും മുടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അനിയെ ഇനിയും മനസ്സിൽ കൊണ്ട് നടക്കാനാണെങ്കിൽ പറ്റില്ല. കഴിഞ്ഞ ദിവസം അനന്തപുരിയിലുണ്ടായ കാര്യത്തെക്കുറിച്ചൊക്കെ നിനക്കറിയാലോ. അവിടെ നിന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതുകൊണ്ട് നീയും അനിയും തമ്മിലുള്ള വിവാഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതിന് പകരം നവീനുമായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ നടത്തും എന്ന് പറയാണ്. അപ്പോൾ അങ്ങ് നന്ദു എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്ത് പോവുക. ആ സമയത്ത് നന്ദുവിന് ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. നവീൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്നൊക്കെ വീണ്ടും നന്ദു റൂമിൽ പോയിരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ആദർശിനെ നയനെയൊക്കെ വിളിച്ച് വരുത്തുക, കനകയും ഗോവിന്ദനും കൂടെ. എന്നിട്ട് നവീനുമായിട്ട് നന്ദുവിനുള്ള വിവാഹാലോചനയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാ, നല്ല ആലോചന തന്നെയാണ്. നവീനാണെങ്കിൽ നല്ലൊരു പയ്യനും നല്ല കുടുംബമൊക്കെയാണ്. അതുകൊണ്ട് നന്ദുമോന് ചേരും. അവർ പ്രൊഫഷനും അങ്ങനെ തന്നെ ആയതുകൊണ്ടേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുക. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, നവീനെ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ടേ അറിയാം, നല്ല ചെറുപ്പക്കാരനാണ്, ഒരു പ്രശ്നമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഇത് ആലോചിക്കാമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും കൂടി അതങ്ങ് ആലോചിക്കുക. അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനോടും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശന് പറയുന്നുണ്ട്, നല്ല ആലോചനയാണ്, നവീൻ മോനും നന്ദുമോളും കൂടെ ഒന്നിക്കുന്നത് നല്ല കാര്യമാണെന്ന് പറയുക. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇതങ്ങ് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അനിക്കങ്ങ് വിഷമം വന്നിട്ട് വയ്യ. കാരണം നവീൻ ഇങ്ങനെ ചതിക്കായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അനി നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നന്ദു എന്താ ഇത്, നവീൻ ഇങ്ങനെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പണി തരുമെന്ന് നമ്മൾ ഓർത്തില്ല. നമ്മൾ രണ്ടും കൂടി ഇഷ്ടമാണെന്നുള്ള കാര്യം നവീൻ അറിയാം. എന്നിട്ടും നിൻ്റെ വീട്ടിൽ വിവാഹാലോചനയുമായിട്ട് അവൻ വന്നില്ലേ, ഈ കല്യാണം ഉറപ്പിച്ചില്ലേ, അവൻ എന്ത് ചതിയെ ചെയ്തേന്ന് പറയാം. അപ്പം നന്ദുവും പറയും, എനിക്കിതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ. അന്നും നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴേക്കും അച്ഛനും അമ്മയും അപമാനിക്കപ്പെട്ടു എന്നും പറഞ്ഞ് അവരിത് നടത്താനായിട്ട് തുനിയുന്നത്. അല്ലാതെ ഒന്നും അല്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണീ, ഇതിന് സമ്മതിക്കല്ലാതെ. ആദർശേട്ടനും നയനേച്ചിയും അതുപോലെ അനന്തപുരിയിലുള്ളവരെല്ലാവരും മുത്തച്ഛനും എല്ലാവരും അംഗീകരിച്ച സ്ഥിതിക്ക് ഇത് തന്നെ അങ്ങ് നടക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാന്ന് പറയാം. അനിക്ക് ആകെ ടെൻഷനായിട്ട് ഭ്രാന്തമായിട്ട് അനി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ദിവസം എത്തുകയാണ്. വിവാഹ ദിവസം എല്ലാം റെഡി ആവുക. അപ്പോൾ നമ്മുടെ ജലജയ്ക്ക് ഭയങ്കരമായിട്ട് അസൂയ വരിക. ജലജയും അവന്തികയും അബിയും കൂടി സംസാരിക്കുക. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് അവന്തിക, കണ്ടില്ലേ ആ നവീൻ, അയാൾ എന്നെ വേണ്ടെന്ന് വെച്ചത് ആ നന്ദു കാരണമാണ്. അവൻ്റെ മനസ്സിൽ ആ നന്ദുവായിരുന്നു. അതുകൊണ്ടാണ് ഞാനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. അനിയും എന്നെ വേണ്ടെന്ന് വെച്ചതേ ആ നന്ദു കാരണമാണ്. അവൻ്റെ മനസ്സിലും നന്ദുവായിരുന്നു. അതുകൊണ്ടാണ് എന്നെ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ജലജ പറയാ, ഈ നന്ദു ആരാ, അപ്സരസോ? ഇവന്മാരുടെ എല്ലാം മനസ്സിൽ ഈ നന്ദു കയറി കൂടാനായിട്ട് അവള് ആ കനകയുടെ ഗോവിന്ദൻ്റെ മകള്, അവള് കാരണം നിൻ്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത്. എൻ്റെ മോളെ വിഷമിച്ച് അവൾ ഇനി സുഖിച്ച് ജീവിക്കാൻ പോവുക ആ നവീൻ്റെ കൂടെ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഗോവിന്ദനും കനകയ്ക്കും വലിയ കുടുംബത്തിൽ നിന്നുള്ള ആലോചന തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കണേ അവളുമാരുടെയൊക്കെ ഭാഗ്യം എന്ന് ജലജ പറയാം. അപ്പോൾ അബിയും പറയാം, ശരിയാ, എങ്ങനെ കളിച്ചാലും നവീനും ആ നന്ദുവായിട്ടുള്ള വിവാഹവും നടക്കരുത്, നന്ദുവും അനിയുമായിട്ടുള്ള വിവാഹവും നടക്കരുത്. അത് നമ്മുടെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതങ്ങ് ചെയ്യും. ജാനകിയെ കൂടി അങ്ങ് കൂട്ടുമെന്ന് പറയാം. എന്നിട്ട് ജാനകിയോടും ഇത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നവീൻ്റെ അമ്മയുണ്ടല്ലോ, അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ വിവാഹത്തിന്. ഒരു പോലീസുകാരി അഹങ്കാരിയാണ് അവളെന്ന് ബോധിപ്പിക്കണം. അതുപോലെ മാത്രമല്ല, ഇവിടെ അനിയുമായിട്ടും അവൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് നമ്മൾ അങ്ങ് പറഞ്ഞു പരത്തും. അപ്പോഴേക്ക് ഈ വിവാഹം അങ്ങ് മുടങ്ങും. അങ്ങനെ കനകയുടെയും ഗോവിന്ദൻ്റെയും മക്കള് അവിടെ ഒരു കോടീശ്വരൻ്റെ കൂടെ ജീവിക്കാനൊന്നും പോകണ്ട. നവീനുമായിട്ടുള്ള ബന്ധം ആ കുടുംബത്തിന് ചേർന്നതല്ല. അത് ഈ ജലജ അങ്ങ് തകർക്കുമെന്ന് പറയാം. ജലജ എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് നവീൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ തന്നെ ആലോചിക്കുന്നത്? ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഗോവിന്ദൻ്റെയും കനകയുടെയും മോള് ഇപ്പോൾ അവൾ വലിയ SI ഒക്കെ ആയിരിക്കും, പക്ഷെ അവളുടെ കഥയൊന്നും പറയാതിരിക്കുക ഭേദം. അനിയും ആ നന്നാമികയും കൂടെയുള്ള ബന്ധം തകരാൻ കാരണം അവളാണ്. ഇപ്പോഴും അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിയെ നിങ്ങളുടെ മോന് വേണ്ടി ആലോചിച്ചാൽ അവനെ ഒരു പൊട്ടനായി തീരത്തല്ലേ ഉള്ളൂ. ഇത് കേൾക്കണ്ട താമസം അവർ പറയാണ്, വേണ്ട, ഈ വിവാഹം വേണ്ടെന്ന് മുത്തശ്ശനോട് പറയുക, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുക. നവീനോട് പറയുന്നുണ്ട്, ഇനി ഈ വിവാഹത്തെക്കുറിച്ച് നീ ചിന്തിക്കരുതെന്ന് പറയാം. വിവാഹത്തിൻ്റെ അന്ന് രാവിലെ തന്നെ പറയുന്നുണ്ട്, പോകാൻ പറ്റില്ല, നീ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാം.
അങ്ങനെ വിവാഹത്തിന് അവരാരും എത്താതെ വരികയാണ്. വരൻ്റെ വീട്ടുകാർ വരികയില്ലെന്ന് രാവിലെ വിളിച്ച് പറയുക. അപ്പോൾ ആദർശനാകെ ടെൻഷനാവും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വധുവായിട്ട് ഒരുങ്ങി നമ്മുടെ നന്ദു നിൽക്കുന്നുമുണ്ട്. അന്നേരം വിളിച്ച് പറയാണ്, ഇല്ല വരികയില്ല, അവർക്കിതിന് താല്പര്യമില്ല എന്ന് വിളിച്ച് പറയുക നവീൻ്റെ അമ്മ. അപ്പോഴേക്കും പെട്ടെന്ന് ആദർശ് ഒരു തീരുമാനം എടുക്കുക. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അനിയെ കൊണ്ട് കെട്ടിക്കാമെന്ന്. അനിയെ വിളിച്ചു കൊണ്ടുവന്ന് പന്തലിൽ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് പറയുക, അനി മുഹൂർത്ത സമയത്ത് തന്നെ നീ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ട്, ഇനി വേറൊന്നും നോക്കണ്ടെന്ന് പറയുക. അപ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതെന്താ, ആര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എന്ന് ജലജ ചോദിക്കുക, ജാനകി ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആരും ഒന്നും പറയണ്ട, നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനാ പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ അനി നന്ദുവിൻ്റെ കഴുത്തിലേക്ക് താലി കെട്ടുകയാണ്. ആ നിമിഷം ആദർശും നയനയും സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുക, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചേ. അപ്പോൾ കനക അങ്ങ് ചൂടാവും, എന്താ ഈ ആദർശ ഈ കാണിക്കുന്നത്, അനിയും നന്ദുവും കൂടെ അല്ല വിവാഹം, നവീൻ്റെ വീട്ടുകാരോട് ഇനി എന്ത് പറയും എന്ന് പറയുമ്പം ആദർശ് പറയാം, നവീൻ്റെ വീട്ടുകാരോടൊന്നും പറയണ്ട, അവർക്ക് ഈ വിവാഹം വേണം. ഈ നിമിഷം അവർ വിളിച്ച് പറഞ്ഞു, അവരാരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല, പിന്നെ ഇവരെ ഒന്നിക്കട്ടെങ്കിൽ ഇവർ തന്നെ ഒന്നിക്കണം എന്ന് പറഞ്ഞ് അനിയുടെയും നന്ദുവിൻ്റെയും കൈ പിടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആദർശ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്